ഡോക്ടർ, ഈ ക്യാൻസർ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് ഫുഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? നമ്മൾ ഫുഡ് റെസ്ട്രിക്ഷൻസ് അങ്ങനെ കാര്യമായിട്ട് പറയാറില്ല. പക്ഷേ പ്രധാനമായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ സോൾട്ട് കഴിച്ചുകൂടാ, ഷുഗർ കഴിച്ചുകൂടാ എന്നൊരു കണ്ടീഷൻ പറയാറില്ല. നമ്മൾ ഒരുപാട് എരിവ്, ഒരുപാട് പുളി, ഒരുപാട് ചൂട് ഈ കാര്യങ്ങളൊന്നും അവോയ്ഡ് ചെയ്യണമെന്ന് പറയാറുണ്ട്. പ്രധാനമായിട്ട് ഗ്യാസ്ട്രൈറ്റിസ് തടയാതിരിക്കാനായിട്ടാണ് പറയുന്നത്. ബാക്കി ഒന്നിനും അങ്ങനെ കാര്യമായിട്ട് ഫുഡ് റെസ്ട്രിക്ഷൻസ് ഇല്ല. ബിക്കോസ് ഇപ്പം നമ്മൾ ഈ കീമോ എടുക്കുമ്പോൾ കുറച്ച് ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കൂടെ റെസ്ട്രിക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കലോറി ഇൻടേക്ക് വളരെയധികം കുറയും. പിന്നെ പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ഈ അന്നനാളം അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഉദര സംബന്ധമായ രോഗങ്ങളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പം ഞാൻ യൂഷ്വലി അങ്ങനെയൊന്നും റെസ്ട്രിക്ട് ചെയ്യാറില്ല. കൂടുതലായിട്ടും പ്രോട്ടീൻസ് കഴിക്കാൻ പറയാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പം നട്ട്സ്, ഡേറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പൊടിയാക്കി പാലിലോട്ടിട്ട് പഴവും ഡേറ്റ്സും കൂടി ഇട്ട് ഒരു ഷേക്ക് ആയിട്ട് കുടിക്കാനായിട്ട് പറയാറുണ്ട്. പിന്നെ മുട്ട കഴിക്കാം, പനീർ കഴിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ കഴിക്കാം. വെജിറ്റേറിയൻസിനാണെങ്കിലും പനീറും സോയയും അങ്ങനെ ഇതുപോലെ ഈ പയറ് വർഗ്ഗങ്ങളൊക്കെ തന്നെ കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വഴി നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം എന്നാണ് ഞാൻ പറയാറുള്ളത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ചായിട്ട് നമ്മൾ എനർജി ഉള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മുടെ കലോറി റിക്വയർമെൻ്റ് ഒക്കെ തന്നെ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഡയറ്റീഷ്യൻ്റെ അഡ്വൈസും ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി അധികം ക്ഷീണം വരാനുള്ള എന്നുവെച്ചാൽ തെറാപ്പി മാത്രമല്ല ക്ഷീണം ഉണ്ടാക്കുന്നത്. ഫുഡ് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴും ക്ഷീണം ഒരുപാട് ഉണ്ടാവും. അതുകൊണ്ട് നമുക്കൊരു ഡയറ്റീഷ്യൻ്റെ അഡ്വൈസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ യൂഷ്വലി ഈ രീതിയിലാണ് പേഷ്യൻസിന് അഡ്വൈസ് കൊടുക്കാറ്.